പ്രത്യേകിച്ച് മീൻ വാങ്ങാൻ പോകുന്നതേ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒപ്പം ആവുമ്പോ അതൊരു പ്രത്യേക സുഖമാണ്. പിന്നെ അല്ലാതെ. ആ ജോർജ് വിളിക്കുന്നുണ്ട്. ഹലോ, എന്താ ജോർജ്? സർ, ആ ഹൈടെക് സിറ്റിയുടെ ഓഫീസിൽ നിന്ന് ഒരു 4 മെയിൽ അയച്ചിട്ടുണ്ട് സർ. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ വേണമെന്ന് പറഞ്ഞു. മാറ്റർ എന്താ ജോർജ്? അത് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാറുന്നില്ലേ? പോസ്റ്റിനെ പറ്റിയുള്ളതും നമ്മുടെ ബാങ്ക് ഡീലിങ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തു, പക്ഷേ അവരതിൽ കൺവിൻസ്ഡ് അല്ലാന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? അതെന്ത് പറ്റി? എങ്കിലൊരു കാര്യം ചെയ്യും, ആ മെയിലുകൾ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യേ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. സാർ, ഞാനത് ഫോർവേഡ് ചെയ്തിട്ട് കുറച്ച് നേരമായി സാർ. റിപ്ലൈ ഒന്നും കാണാത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ആ ഓക്കെ ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്ത് റിപ്ലൈ കൊടുത്തോളാം. അയ്യോ, അത് പറ്റില്ല സാർ. ഹൈടെക് സിറ്റിയുടെ GM നമ്മുടെ മറുപടിക്കായി വെയിറ്റിംഗ് ആണ്. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് ഒരിടത്ത് നിൽക്കുകയാണല്ലോ ജോർജ്. ഒരു കാര്യം ചെയ്യും, എന്താന്ന് വെച്ചാ ഞാനത് ചെയ്യാം. ശരിയെന്നാ. എന്തു പറ്റി ഗൗതം? ആ ഹൈടെക് സിറ്റിയുടെ പ്രോജക്റ്റിൽ അവർക്കിപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിരിക്കുന്നു. ജോർജ് അതിന് റിപ്ലൈ കൊടുത്തു, പക്ഷേ അവരതിൽ കൺവിൻസ്ഡ് ആയിട്ടില്ല. ആ GM അവിടെ വെയിറ്റിംഗിലാണ്. എന്തായാലും നിങ്ങൾ വാ, നമുക്ക് പോയി മീൻ വാങ്ങിയിട്ട് വരാം. ഈ ഗൗതം സംസാരിക്കുന്നത് കേട്ടിട്ട് എന്തോ അത്യാവശ്യമുള്ള കാര്യമാണെന്നാ തോന്നുന്നത്. ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോ തന്നെ നമ്മളായിട്ട് ഒരു ഡിലേ വരുത്തണോ ഗൗതം? ബാഗും ലാപ്ടോപ്പും ഒക്കെ കാറിലിരിപ്പുണ്ട്. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? അമ്മയെ കൊണ്ടേ വീട്ടിലാക്കിയിട്ട് അവിടെ ഇരുന്ന് ആ മെയിലിന് റിപ്ലൈ കൊടുക്കാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിയാൽ പോരെ? അത് വേണ്ട മോനെ, വീട്ടില് നിഖിലും ചന്ദ്രയും ഉണ്ടല്ലോ. മോൻ വീട്ടിലേക്ക് പൊയ്ക്കോ, ഇവിടെ തൊട്ടടുത്താണല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് ഞങ്ങൾ വന്നോളാം. നിങ്ങൾ നടന്നു വരാനോ? നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ ഗൗതം. അതല്ലെങ്കിൽ ഞങ്ങളൊരു ഓട്ടോ എടുത്ത് വന്നോളാം. എന്നാലും മാർക്കറ്റിൽ കയറി മീൻ വാങ്ങണമെന്ന് തോന്നിയതാ. ആ ആഗ്രഹം നടക്കാതെ പോവും. എങ്കിലേ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ GMന് ഒരു മെയിൽ അയക്കും. ഞാൻ ഭാര്യയുടെ അമ്മയുടെയും കൂടെ മീൻ വാങ്ങാൻ പോയിരിക്കുന്നത് കൊണ്ട് മെയിൽ അയക്കാൻ ലേറ്റ് ആവുമെന്ന്. ഞാനിപ്പോ വീട്ടിലേക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. പോയേക്കാം. രണ്ടും കൂടെ ഇവിടെ കറങ്ങി അടിച്ച് നടന്നേക്കരുത്. വേഗം അങ്ങ് വന്നേക്കണം, കേട്ടല്ലോ? ഓ, ഉത്തരവ്. ഗൗതമിന്റെ ഇന്ന് നടക്കാതെ പോയ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണം എന്റെ. ഒരു ദിവസം ഗൗതമിനെ വിളിച്ചോണ്ട് ഈ ചന്തയിൽ വരണം നമുക്ക്. വരാം. മോനെ നിർത്തോ, നീ ഇങ്ങനെ ബലം പിടിച്ച് ഛർദിക്കാൻ നോക്കല്ലേ. മനഃപൂർവ്വം ചെയ്യുന്നതാണോ അമ്മേ? അമ്മേന്ന് വിട്ടേ. കുടിച്ച് കഞ്ഞി മുഴുവൻ അതുപോലെ പോയി. ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഒട്ടും വയ്യ എനിക്ക്. ഗൗതമ നിധി ഇങ്ങോട്ട് വന്നാ അപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം. ആശുപത്രി ചെന്ന് ഒരു ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ടാലേ ഈ പനി അങ്ങോട്ട് മാറും. എനിക്ക് വയ്യ അമ്മേ. അവര് വരുന്നവരെ ഞാനൊന്ന് കിടക്കട്ടെ. ആ, അവര് വന്നെന്ന് തോന്നുന്നു. ആ ഓട്ടോക്കാരൻ എത്തിക്കാണും. നീ വാ, നമുക്ക് ഇറങ്ങാം. അമ്മയുടെ ബാഗ് ഇതിനകത്താണല്ലോ, അതുകൊണ്ട് എടുത്ത് അകത്ത് വെച്ചേക്കാം. അവരൊക്കെ എവിടെ മോനെ? ആ, അവർ രണ്ടുപേരും മാർക്കറ്റിൽ കയറി. എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെയിൽ നോക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇവന് നല്ല പനിയുണ്ടോ? ഇന്നലെ രാത്രിയിൽ ഒരു പനി തുടങ്ങിയതാ. കയ്യിലുള്ള ഗുളികയൊക്കെ കൊടുത്തു നോക്കി, ആവിയും പിടിച്ചു. എന്നിട്ട് ഒരു കുറവുമില്ല. ഇപ്പൊ നന്നായിട്ട് ഛർദിച്ചു. ആശുപത്രിയിലൊന്ന് കൊണ്ടുപോയിട്ട് വരാന്ന് കരുതി. ഇപ്പോഴത്തെ പനിക്കൊന്നും സ്വയം ചികിത്സ നടത്തരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കേൾക്കില്ലല്ലോ. ആദ്യം മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്ന് പനിക്കുള്ള 2 ഗുളികാന്ന് പറയും. അവര് തരുന്നത് വാങ്ങിച്ചു കഴിക്കുകയും ചെയ്യും. ഒട്ടും വയ്യളിയ, നിൽക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിധിയെ വിളിച്ചിട്ട് വേഗം വരാൻ പറയാം. അവരിങ്ങോട്ട് വന്നിട്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാം.
പറഞ്ഞത്.